സൽമാൻ നിസാർ, നിങ്ങൾ ആ ഹെൽമെറ്റിനെ പൊന്നുപോലെ സൂക്ഷിക്കണം. രഞ്ജി ട്രോഫിയിൽ കേരളത്തിന്റെ ചരിത്ര നേട്ടത്തിന് പിറകെ സമൂഹ മാധ്യമങ്ങളിൽ ആരാധകരിൽ പലരും എഴുതിയ കുറിപ്പുകളിൽ സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റ് ഒരു പ്രധാന കഥാപാത്രമായിരുന്നു. ക്ഷമയുടെ, ചെറുത്തുനിൽപ്പിന്റെ, പോരാട്ടവീര്യത്തിന്റെ, അങ്ങനെ പല വികാരങ്ങളുടെയും നിമിഷങ്ങൾ അന്തരീക്ഷത്തിൽ തളം കെട്ടി നിന്നൊരാവേശപ്പോരിനാണ് കഴിഞ്ഞ 5 ദിവസങ്ങളിലായി അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഒരുപക്ഷെ സമീപകാലത്തെ ഏറ്റവും മികച്ച ആഭ്യന്തര മത്സരങ്ങളിൽ ഒന്ന്. എല്ലാത്തിനുമൊടുവിൽ ആഭ്യന്തര ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി രഞ്ജിയിൽ കേരളത്തിന്റെ ഫൈനൽ പ്രവേശം. അവസാന വിക്കറ്റിൽ ഗുജറാത്തിന്റെ ചെറുത്തുനിൽപ്പ് കണ്ട ആരും കളിയിൽ ഇങ്ങനെയൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചു കാണില്ല. ഒരു വേള കമന്ററി ബോക്സിൽ നിന്ന് പോലും ഏകപക്ഷീയമായ വർത്തമാനങ്ങൾ ഉയർന്നു. ജമ്മു കാശ്മീരിനെ മറികടന്നതുപോലെ ഗുജറാത്തിനെ എളുപ്പത്തിൽ വീഴ്ത്താൻ കേരളത്തിനാകില്ലെന്നായിരുന്നു കമന്റേറ്റർമാരുടെ പക്ഷം. അടിവെച്ചടിവെച്ച് കരുതലോടെ ഓരോ റണ്ണും സ്കോർ ബോർഡിൽ ചേർക്കുമ്പോൾ ആതിഥേയ ഡഗൌട്ട് പ്രതീക്ഷയോടെ ആ നിർണായക ലീഡിനായി കാത്തിരുന്നു. മറുഭാഗത്ത് അവസാന വിക്കറ്റ് ലക്ഷ്യമിട്ട് സ്പിന്നർമാരായ സക്സേനയെയും ആദിത്യ സർവാത്തെയും മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേരള നായകൻ സച്ചിൻ ബേബി. ഗുജറാത്തിനിപ്പോൾ ഒന്നാം ഇന്നിംഗ്സിലെ നിർണായക ലീഡിനായി വേണ്ടത് വെറും 3 റൺസ്. ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് മൈതാനമായ നരേന്ദ്രമോദി സ്റ്റേഡിയം ആവേശത്തിന്റെ പരകോടിയിലേക്ക് എടുത്തെറിയപ്പെട്ട നിമിഷങ്ങൾ. ആദിത്യ സർവാത്തെ എറിഞ്ഞ 175 ഓവറിലെ 4ാം പന്ത്. അതുവരെ പുലർത്തിയ പ്രതിരോധം പാടെ മറന്ന് നാഗസ്വല്ല ഒരു അറ്റാക്കിംഗ് ഷോട്ടിന് മുതിർന്നു. പന്ത് നേരെ ചെന്നിടിച്ചത് ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിൽ. ഉയർന്നു പൊങ്ങിയ പന്ത് സ്ലിപ്പിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന കേരള നായകൻ സച്ചിൻ ബേബിയുടെ കൈകളിൽ ചെന്ന് ഭദ്രമായി വിശ്രമിച്ചു. അബ്സല്യൂട്ട് ഡ്രാമ. കേരളത്തിന് നിർണായകമായ 2 റൺസാണ് ആ വിക്കറ്റ് അല്ല സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റ് സമ്മാനിച്ചത്. കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജി ട്രോഫി ഫൈനലിൽ. ഒരുപക്ഷെ ആ പന്ത് സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിൽ തട്ടിയില്ലെങ്കിൽ കളിയുടെ വിധി മറ്റൊന്നായി മാറിയനെ. കുറച്ച് ശ്രമകരമായതാണെങ്കിലും തൊട്ടു മുമ്പ് സൽമാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ ക്യാച്ചിനുള്ള പ്രായച്ചിത്തം കൂടിയായി ആ വിക്കറ്റ്. ഗുജറാത്ത് വീണ ശേഷം ആ ഹെൽമെറ്റ് ഉയർത്തിക്കാട്ടിയാണ് കേരള താരങ്ങൾ മൈതാനം വിട്ടത്. ഇതൊരു നിയോഗമാണ്. കേരളം ഏറെ കൊതിച്ച ഫിനാലെയാണിനി. ഇതുവരെ ഒഴുക്കിയ വിയർപ്പിനെല്ലാമുള്ള ഉത്തരമായിരുന്നു ഇന്നലെ അഹമ്മദാബാദിൽ കണ്ടത്. ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെതിരെ 1 റണ്ണിന്റെ ലീഡിന്റെ പിൻബലത്തിൽ സെമിയിലെത്തിയത് മുതൽ അടങ്ങാത്ത പോരാട്ടവീര്യവുമായാണ് ആ 11 പേർ ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിച്ചത്. രവി ബിഷ്ണോയി അടക്കമുള്ള കരുത്തുറ്റ ഗുജറാത്ത് ബൗളിംഗ് നിരക്കെതിരെ ഒരു വേളയിൽ പോലും പതറാതെ കരുതലോടെ മുന്നേറിയ കേരളത്തെയാണ് 1ാം ദിനം മുതൽ ആരാധകർ കണ്ടത്. ക്ഷമയുടെ അറ്റം കണ്ടിട്ടും അനാവശ്യ ഷോട്ടിന് ശ്രമിക്കാതെ മണിക്കൂറുകളോളം ക്രീസിൽ തുടർന്ന മുഹമ്മദ് അസഹറുദ്ദീൻ. മികച്ച പിന്തുണയുമായി ക്രീസിൽ പാറ പോലെ ഉറച്ചു നിന്ന സച്ചിൻ ബേബിയും സൽമാൻ നിസാറും. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്ത് മികച്ച നിലയിൽ മുന്നേറുമ്പോഴും അവസാനം ഒരു ആന്റി ക്ലൈമാക്സ് ഉണ്ടാകുമെന്ന് ആരാധകർ സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. സ്പിന്നിന് അനുകൂലമായ പിച്ചിൽ ജലജ് സക്സേനയും ആദിത്യ സർവത്തെയും കേരളത്തിന്റെ പ്രതീക്ഷയുടെ ഭാരം ഏറ്റെടുത്തു. 5ാം ദിനമായ ഇന്ന് ഗുജറാത്തിന് ലീഡിലേക്ക് വേണ്ടിയിരുന്നത് വെറും 29 റൺസ്. കൈവശമുള്ളത് 3 വിക്കറ്റ്. ക്രീസിൽ അതിനോടകം നിലയുറപ്പിച്ച് കഴിഞ്ഞ 2 ബാറ്റർമാർ. എന്നാൽ ഇതുവരെ എങ്ങനെ എത്തിയെന്ന് നന്നായി അറിയാവുന്ന കേരളം ഒരു നിമിഷം പോലും പിന്മാറാൻ ഒരുക്കമായിരുന്നില്ല. അവസാന ദിനം സക്സേനയെ പന്തേൽപ്പിക്കുമ്പോൾ സച്ചിൻ ബേബിയുടെ മനസ്സിൽ ആ വലിയ സ്വപ്നം മാത്രമായിരുന്നു. ആദ്യ 5 ഓവറുകളിൽ സർവാത്തെയെയും സക്സേനയെയും ക്ഷമയോടെ നേരിട്ട ഗുജറാത്തിന് 6ാം ഓവറിൽ പിഴച്ചു. സർവാത്തയെ ഫ്രണ്ട് ഫുട്ടിൽ അറ്റാക്ക് ചെയ്യാനുള്ള ശ്രമത്തിനിടെ ജയ്മീത് പട്ടേൽ പൊടുന്നനെ വീഴുന്നു. സ്കോർ 436 നിൽക്കെ കേരളത്തിന് ആശ്വാസത്തിന്റെ പൊൻവെളിച്ചമായി 8ാം വിക്കറ്റ്. 79 റൺസുമായി 4ാം ദിനം കേരളത്തിന്റെ സ്വപ്നങ്ങൾക്ക് വിലങ്ങുതടിയായി നിന്നിരുന്ന ജയ്മീത് മടങ്ങിയതോടെ ഗുജറാത്ത് ആടികുലഞ്ഞു. 1ാം ഇന്നിംഗ്സ് ലീഡ് നേടാൻ 21 റൺസ് കൂടി മതിയായിരുന്നു അപ്പോൾ അവർക്ക്. കത്തുന്ന വെയിലിലും വാടാത്ത സന്ദർശകർ അവസാന 2 വിക്കറ്റിനായി ബോളിംഗ് അറ്റാക്ക് ശക്തമാക്കി. കൂടുതൽ ഫീൽഡർമാരെ 30 യാർഡ് സർക്കിളിൽ അണിനിരത്തി സച്ചിൻ ബേബി ഗുജറാത്തിനെ സമ്മർദ്ദത്തിലേക്ക് തള്ളിക്കിട്ടു. മത്സരത്തിൽ വീണ്ടും 5 ഓവറുകൾ പിന്നിട്ടു. ഇതിനിടെ ഒരു ബൗണ്ടറി നേടി കേരളത്തിലെ ബാക്ക് ഫൂട്ടിലാക്കാൻ ആദ്യർക്കായി. എന്നാൽ മഹാരാഷ്ട്രക്കാരൻ ആദിത്യ സർവാത്തെ ഒരിക്കൽ കൂടി കേരളത്തിന്റെ രക്ഷകനായി അവതരിച്ചു. ഇന്നലെ ജയ്മീദിനൊപ്പം ഉറച്ചു നിന്ന സിദ്ധാർത്ഥ് ദേശായിയെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ. ഇനി 1ാം ഇന്നിംഗ്സ് ലീഡിനായി ഗുജറാത്തിന് വേണ്ടത് 13 റൺസ്. അവസാന ബാറ്ററായി പ്രിയാജിത് സിംഗ് ക്രീസിലേക്ക് നടന്നെടുത്തു. കേരളവും ഫൈനലും തമ്മിലുള്ള ദൂരം ഇനി വെറും 1 വിക്കറ്റ്. എന്നാൽ തുടക്കം മുതൽ പുലർത്തിയ ചെറുത്തുനിൽപ്പ് അവസാന വിക്കറ്റിലും ഗുജറാത്ത് തുറന്നു.
പ്രിയാജിത് സിംഗ് ജഡേജയും നാഗസ്വലയും ചേർന്ന് ഒരു പ്രതിരോധ മതിൽ ഉയർത്തി. സക്സേനയെയും സർവാത്തയെയും മാറി മാറി പരീക്ഷിച്ചെങ്കിലും റണ്ണുകൾ കൃത്യമായ ഇടവേളകളിൽ പറന്നു. ആതിഥേയർ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയായിരുന്നു. ഇതിനിടെ നാഗസ്വല്ലയുടെ ദുഷ്കരമായൊരു ക്യാച്ച് ഷോർട്ട് ലെഗിൽ ഫീൽഡ് ചെയ്യുകയായിരുന്ന സൽമാൻ നിസാറിന്റെ കൈകളിൽ നിന്ന് വടുതി നിലത്ത് വീണു. ഒരു വേള മത്സരം തന്നെയാണോ അയാൾ കൈവിട്ട് കളഞ്ഞത് എന്ന് തോന്നിപ്പിച്ച നിമിഷം. ലീഡ് ചുരുങ്ങി 3-ലെത്തി. കേരളത്തിന്റെ ചങ്കിടിപ്പേറി. ഒടുവിൽ 2 റൺ അകലെ ഗുജറാത്തിനെ ആ ദുരന്തത്തിലേക്ക് തള്ളിയിട്ട് കേരളത്തിന്റെ ഫൈനൽ പ്രവേശം. 4 വിക്കറ്റ് വീതം വീഴ്ത്തിയ ജലജ് സക്സേനയും ആദിത്യ സർവത്തയും കേരളത്തിന്റെ ഹീറോകളായി. ഈ ഇതര സംസ്ഥാനക്കാരുടെ പ്രകടനം സ്വപ്നഘട്ടത്തിൽ ഏറെ നിർണായകമായിരുന്നു. 2 ദിവസങ്ങളിലായി 71 ഓവറാണ് സക്സേന എറിഞ്ഞു പൂർത്തിയാക്കിയതെങ്കിൽ 45.4 ഓവറായിരുന്നു സർവാത്തെ എറിഞ്ഞത്. ക്രീസിൽ നിലയുറപ്പിച്ച പല വൻമരങ്ങളെയും ഈ സ്പിൻദ്വയമാണ് കടമുടക്കിയത്. 1ഉം 2ഉം റണ്ണുകളുടെ വില എന്താണെന്ന് ഇനി ആരെങ്കിലും ചോദിച്ചാൽ കേരളത്തിന്റെ ക്രിക്കറ്റ് സംഘത്തെ ചൂണ്ടിക്കാണിച്ച് അതൊരു സെമിയുടെയും ഫൈനലിന്റെയും വിലയാണെന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഒരേ സ്വരത്തിൽ പറയുമെന്ന് തീർച്ച. ക്വാർട്ടർ മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ കളികൾ ഓരോന്നും അതിനാടകീയതകളെ നെഞ്ചേറ്റി. ജമ്മു കാശ്മീരിനെതിരെ ആദ്യ ഇന്നിംഗ്സിൽ ലീഡിനായി വേണ്ടിയിരുന്നത് 81 റൺസ്. ഒറ്റ വിക്കറ്റ് വീണാൽ എല്ലാം അവസാനിക്കുമെന്നിരിക്കെ 9ാം വിക്കറ്റിൽ ബേസിൽ തമ്പിയെ കൂട്ടുപിടിച്ച് സൽമാൻ നിസാർ സ്കോർ ബോർഡിൽ ആ 81 റൺസും ചേർത്തു. ബേസിൽ തമ്പി വീടുമ്പോൾ കേരളം സ്കോർ ബോർഡിൽ 1 റണ്ണിന്റെ നിർണായക ലീഡ് ചേർത്ത് കഴിഞ്ഞിരുന്നു. പിന്നെ 2ാം ഇന്നിംഗ്സിൽ സൽമാനും അസറുദ്ദീനും ചേർന്ന് ഗ്രൗണ്ടിൽ ഒരു വൻമതിൽ ഉയർത്തി. അത് കേരളത്തെ കൊണ്ടെത്തിച്ചത് സെമിയിലാണ്. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു ത്രില്ലറിൽ ഫൈനലിലേക്ക് മാർച്ച് ചെയ്യുന്നു. കേരള ക്രിക്കറ്റ് ഒരു പരിവർത്തന കാലത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. മുഹമ്മദ് അസറുദ്ദീനും സൽമാൻ നിസാറും രോഹൻ എസ് കുന്നുമലമടക്കം ആഭ്യന്തര ക്രിക്കറ്റിൽ ഒരു പിടി മികച്ച യുവതാരങ്ങൾ. പോയ വർഷം നടന്ന കേരള ക്രിക്കറ്റ് ലീഗിലൂടെ വരവറിയിച്ചത് ഒട്ടേറെ പ്രതിഭകൾ. എതിരാളികൾക്ക് വെറുതെ വന്ന് തോൽപ്പിക്കാവുന്ന ആ പഴയ കാലമൊക്കെ എന്നേ അസ്തമിച്ചു കഴിഞ്ഞു. ഇനി തിരിച്ചുവരവിന്റെ കാലമാണ്. മുന്നിൽ ഒട്ടേറെ കനക നേട്ടങ്ങൾ കാത്തിരിക്കുന്നു. 1 റണ്ണിന് ക്വാർട്ടറും 2 റൺസിന് സെമിയും കടന്ന് ആ മിറാക്കിൾ സംഘം ഫൈനൽ കളിക്കാനെത്തുന്നു. മുൻഗാമികൾക്ക് കഴിയാത്ത ആ മോഹക്കപ്പ് തേടി സച്ചിൻ ബേബിഗം സംഘവും അവസാന അംഗത്തിന് കച്ചമുറക്കുമ്പോൾ മറ്റൊരു അത്ഭുതത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ.